ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രാണനെ ഒരുക്കി തന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനത്തെ നേരുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. അതിൻ്റെ താഴ്സ്ഥാനത്ത് ഒരു തിരുവചനം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ വിടുവിക്കുന്ന ചിത്രമാണ് നമ്മൾക്ക് ഈ വേദഭാഗത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആധുനിക ക്രൈസ്തവ സമൂഹം സാക്ഷ്യത്തെ അഥവാ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവിക പ്രവർത്തനത്തെപ്പറ്റി പറയുന്നതിനെ വളരെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തള്ളിക്കളഞ്ഞ് ഒറ്റപ്പെട്ടവനായി സ്വയം നശിച്ചുകൊണ്ട് കല്ലറകളുടെ ഇടയിൽ വസിച്ച ഭൂതഗ്രസ്തനായ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ സുബോധം വന്ന ആ മനുഷ്യൻ തന്നിൽ മനസ്സലിഞ്ഞ് തനിക്കൊരു പുതിയ ജീവിതം നൽകിയ യേശുവിനോട് കൂടെ പോകുവാൻ ആഗ്രഹിച്ചു. പക്ഷേ യേശു അവനോട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് താൻ അവനിൽ പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാകണം എന്നായിരുന്നു യേശുവിൻ്റെ ആവശ്യം. സ്വന്തം വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് ആ മനുഷ്യൻ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെയും പ്രസ്താവിക്കുമ്പോൾ വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റം കണ്ട് യേശുവിനെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ട് സെമിത്തേരിയിൽ പാർത്തിരുന്ന ഭ്രാന്തനായ മനുഷ്യൻ, വസ്ത്രം ധരിക്കാതെയും സുബോധമില്ലാതെയും നാട്ടുകാർക്ക് വലിയ ഭീതി വരുത്തിയ ഒരു മനുഷ്യൻ സുബോധത്തോടു കൂടി യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് തൻ്റെ നാട്ടിൽ പ്രസ്താവിക്കുമ്പോൾ അവനെ ചിരപരിചയമുണ്ടായിരുന്ന ദക്കപ്പള്ളി നാട്ടുകാർ ആശ്ചര്യപ്പെടുവാനിടയായി. അവൻ്റെ വാക്കുകളേക്കാൾ സുബോധം കൈവന്ന അവൻ്റെ ജീവിതത്തിലൂടെ യേശുവിനെ കാണുവാൻ ദക്കപ്പള്ളി നാട്ടുകാർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ശുശ്രൂഷയിലും ബന്ധുമിത്രാദികളുടെ നടുവിലും നീ ലജ്ജ കൂടാതെ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ വർണ്ണിച്ചും നിനക്ക് ആരെങ്കിലും യേശുവിനായി നമുക്ക് നേടുവാൻ ഇങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ മാറിയ മാറ്റങ്ങളാണ് നമ്മുടെ വാക്കുകളേക്കാൾ അനേകരെ യേശുവിലേക്ക് ആകർഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ യേശുവിനെ നമ്മളിലൂടെ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഇടയിൽ അത് വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ നമ്മളിൽ കൂടി അവർക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ ഒരു പുതിയ സൃഷ്ടിയായി തീരേണ്ട ആവശ്യകത ഉണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.